ഭാര്യയാക്കാനൊന്നും ഇല്ലേ? ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ ആ ഉടമസ്ഥന്മാർ എടുത്തുകൊണ്ട് പോയാതെ കിട്ടിയ വിലക്ക് വിറ്റോ? ഓ, എന്റെ സിംഗപ്പൂർ വിളക്കം കാട്ടിനും പോയിട്ടില്ല ഭഗവാനെ. പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് ശരിയല്ല. ക്ഷമിക്കണം സർ. ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും. ഇന്ന് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണല്ലേ? സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനി ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആനയെ കിട്ടുമായിരുന്നില്ല. ഓ, അപ്പോൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളെ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണോ തെറ്റ്? പറയൂ. സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടിയെന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ചു നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടിനുറുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ. പോലീസ് പിടിച്ചുകൊണ്ടുപോയ എന്റെ അമ്മയെ നാണം കെട്ടത്. കുറ്റം ചെയ്യാത്ത എന്നെയും എന്റെ അമ്മയെയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വരുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്.
നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? 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 സ്വന്തം വയ്ക്കാം. ഇന്ന് ജോലിക്ക് കയറുന്ന ദിവസമല്ലേ? എന്റെ കൈ കൊണ്ട് രാവിലെ ഒരു കട്ടൻ അടിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടാവും. അത് നിങ്ങൾ ആണുങ്ങളാ. എഴുന്നേറ്റ പാടെ കണ്ണും തിരുമ്പി ഒരു കാപ്പി കുടിക്കും. ഞങ്ങള് പല്ല് തേച്ച് ശുദ്ധമായ കാപ്പി കുടിക്കും. ജലക്ഷാമമാണ് ഞാനും ഭാര്യ ഒന്നിച്ചാണ് വിളിക്കുന്നത്. ആ കൺമഷി നിങ്ങൾ എടുത്തു തരാമോ? ആ ഇപ്പൊ കൊണ്ടുവരാം. ആ കൺമഷി റെഡി. കണ്ണെഴുതിക്കോ. ഞാൻ ഗുഡ് മോർണിംഗ് മിസ്സസ് ആനി എത്തിയല്ലോ. ഞാൻ കാത്തിരിക്കായിരുന്നു. എനിക്ക് അല്പം തിരക്കുണ്ട്. വന്നിട്ട് സംസാരിക്കാം. ആരെങ്കിലും വന്നാ നാളെ കാണാമെന്ന് പറയും. പിന്നെ ഇന്നെനിക്ക് കുറെ ലെറ്റേഴ്സ് അർജന്റായി ടൈപ്പ് ചെയ്യാറുണ്ട്. സോ സ്റ്റേ ബാക്ക് ഇൻ ദി ഈവനിങ്. 1 മണിക്കൂർ. ഓക്കെ? ഹലോ ഹലോ ആനി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആക്കു സുഖല്ലേ? ഇതാരും ആനിയോ? അല്ല, കല്യാണം കഴിഞ്ഞ വകയിൽ ഒരു ചെലവൊക്കെ ഉണ്ടോ?